സബ്സ്ക്രൈബ് ചെയ്തൊരു സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് റെഗുലർ അപ്ഡേറ്റ്സ് കിട്ടും. ക്ലാസ് കാണാൻ വേണ്ടി നിങ്ങൾ പ്ലേലിസ്റ്റാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. പ്ലേലിസ്റ്റ് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് കാണാം ക്ലാസ് വൈസ് ഓരോ ക്ലാസ്സും അതിൻ്റെ ടോപ്പിക് വൈസും കൊടുത്തിട്ടുണ്ട്. അതായത് ഇപ്പോൾ ഗ്രേഡ് 10 ലെസൺ 1 എന്ന് കൊടുത്തിട്ടുണ്ടാവും. അത് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് എല്ലാ ചാപ്റ്റേഴ്സും കാണാൻ പറ്റും. ഹലോ, വെൽക്കം ടു മൈ ചാനൽ. അപ്പം നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ മിക്സ്ചേഴ്സ് എന്താണെന്നൊക്കെ പഠിച്ചു. സോ ഇന്ന് നമ്മൾ കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് മിക്സ്ചേഴ്സിൻ്റെ ക്ലാസിഫിക്കേഷൻസും കാര്യങ്ങളൊക്കെയാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇനി മിക്സ്ചേഴ്സിലെ കുറച്ചുകൂടെ കാര്യങ്ങൾ നമ്മൾ പഠിക്കുക. അതിനുവേണ്ടി നിങ്ങളുടെ ടെക്സ്റ്റിൽ തന്നെ ഒരു ആക്ടിവിറ്റി എന്നുണ്ട്. വി വിൽ ജസ്റ്റ് ഡിസ്കസ് ഓൺ ദാറ്റ് ആക്ടിവിറ്റി. നമ്മൾ ഒരു 3 ഗ്രൂപ്പ് ഓഫ് സ്റ്റുഡൻസ് ഉണ്ട് കേട്ടോ. 3 പേരുടെ കയ്യിലും ഒരു ടെസ്റ്റ് ട്യൂബ് കൊടുത്തു. 3 ആൾക്കും എന്ത് ചെയ്ത് വെച്ചാൽ ഒരു ടെസ്റ്റ് ട്യൂബിൽ നമ്മൾ ഷുഗർ പ്ലസ് വാട്ടറാണ് കൊടുത്തത്, സോൾട്ടോ ഷുഗറോ. സെക്കൻഡിൽ ഞാൻ ചോക്ക് പ്ലസ് വാട്ടർ കൊടുത്തു. ദെൻ തേർഡിൽ നമ്മൾ എന്താ കൊടുത്തത് വെച്ചാൽ മിൽക്ക്, നമ്മുടെ മിൽക്ക് ഉണ്ടല്ലോ, മിൽക്കോ ബ്ലഡോ അങ്ങനെ എന്തെങ്കിലും ഒരു ഇത്തിരി നമ്മൾ മിൽക്ക് കൊടുക്കാം. നമുക്ക് ഏറ്റവും സിമ്പിളായിട്ടുള്ള മിൽക്ക് കൊടുക്കാം. So sugar plus water in the first test tube A, chalk plus water in the test tube B and C. അപ്പോൾ നിങ്ങൾക്ക് 3 ടെസ്റ്റ് ട്യൂബ് തന്ന് 3 ഗ്രൂപ്പ് ഓഫ് സ്റ്റുഡൻസിന് നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്ത് നോക്കാം. ഷുഗർ പ്ലസ് വാട്ടർ ഫസ്റ്റിൽ നമുക്ക് എന്ത് കാണാൻ പറ്റില്ല, നമുക്ക് കോൺസ്റ്റൻറ്റ് പാർട്ടിക്കിളിനെ കാണാൻ പറ്റുന്നില്ല. ദർ ഇസ് നോ ബൗണ്ടറി. സെക്കൻഡിൽ എനിക്ക് എന്ത് കാണാൻ പറ്റുന്നുണ്ട്, ചോക്കും ഇതും തമ്മിലുള്ള സെപ്പറേറ്റ് ബൗണ്ടറി. മിൽക്ക് ആസച്ച് എനിക്ക് ഒന്നും പറയാനില്ല, മിൽക്ക് മാത്രമേ കാണാൻ പറ്റുന്നുള്ളൂ, ബൗണ്ടറി ആയിട്ട് ഒന്നും എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. നെക്സ്റ്റ് ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഐ എം ജസ്റ്റ് പാസിങ് എ റേ ഓഫ് ലൈറ്റ് ത്രൂ ദിസ്. നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഒരു ലൈറ്റ് പാസ് ചെയ്യാണ്. ലൈറ്റ് പാസ് ചെയ്യുന്ന സമയത്ത് ഈ ഷുഗർ സൊല്യൂഷൻ അല്ലെങ്കിൽ സോൾട്ട് സൊല്യൂഷനിലൂടെ ലൈറ്റ് പാസ് ചെയ്തപ്പം ഐ കനോട്ട് സീ ദ പാത്ത് ഓഫ് ലൈറ്റ്. ലൈറ്റിൻ്റെ പാത്ത്, അതായത് നല്ല ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഒരു ഗ്ലാസ്സിലാണ് ഞാൻ ഇതൊക്കെ കൊടുത്ത ടെസ്റ്റ് ട്യൂബിൽ. ബട്ട് ഐ കനോട്ട് സീ ദ പാത്ത് ഓഫ് ദി ലൈറ്റ്. ഞാൻ ഈ ഇതിലൂടെ കിടക്കുമ്പോൾ ഐ കനോട്ട് സീ ദ പാത്ത് ഓഫ് ലൈറ്റ്. കനോട്ട് സീ ദ. എപ്പോഴാണ് ഒരു ലൈറ്റിൻ്റെ പാത്ത് കാണാൻ പറ്റുക, അതായത് വെൻ ദർ ഈസ് എനി കോൺസ്റ്റൻറ്റ് പാർട്ടിക്കിൾ. ലൈറ്റ് ഇങ്ങനെ പാസ് ചെയ്യുമ്പം കോൺസ്റ്റൻറ്റ് പാർട്ടിക്കിളിൻ്റെ മുകളിൽ സ്ട്രൈക്ക് ചെയ്തത് സ്കാറ്റർ ചെയ്യണം അല്ലേ. അതിൻ്റെ കോൺസ്റ്റിറ്റ്വൻറ്റ് പാർട്ടിക്കിൾ സ്കാറ്റർ ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് കാണാൻ പറ്റും, ലൈറ്റിൻ്റെ പാത്ത്. അതായത് ലൈറ്റ് അതിൻ്റെ ഉള്ളിൽ കൂടെ സ്കാറ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പാത്ത് കാണാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ അർത്ഥം എന്താ, ഇതിൻ്റെ കോൺസ്റ്റിറ്റ്വൻറ്റ് പാർട്ടിക്കിൾസിന് ലൈറ്റ് സ്ട്രൈക്ക് ചെയ്യുന്നുമില്ല, എന്ത് ചെയ്യുന്നില്ല, സ്കാറ്റർ ചെയ്യുന്നില്ല. അടുത്തത് ചോക്ക് ആൻഡ് വാട്ടർ. ഐ ക്യാൻ സീ ദ പാത്ത് ഓഫ് ദി ലൈറ്റ്. ഞാൻ ഇതിലൂടെയും കടത്തി വെച്ചപ്പം ഐ ക്യാൻ സീ ദ പാത്ത് ഓഫ് ദി ലൈറ്റ്. മിൽക്ക് എന്ന് പറഞ്ഞാൽ നമ്മളെ സംബന്ധിച്ച് അതിൽ ഒന്നും കാണുന്നില്ല, പ്യോറാണല്ലേ മിൽക്ക്. അതിൽ നമുക്ക് തന്നെ തോന്നില്ല ഇറ്റ്സ് നോട്ട് എ മിക്സ്ചർ എന്നാണ് ആസ് എ കോമൺ മാൻ നമ്മൾ ചിന്തിക്കാം. ബട്ട് വെൻ ഐ പാസ് ദ ലൈറ്റ് ത്രൂ ദിസ് ഐ ക്യാൻ സീ ദ പാത്ത് ഓഫ് ദി ലൈറ്റ്. ഇതിലാണ് നമുക്ക് ഭയങ്കര പാത്ത് ഓഫ് ലൈറ്റ് കാണാൻ പറ്റും. പാത്ത് ഓഫ് ലൈറ്റ് കാണണമെങ്കിൽ ഇറ്റ്സ് ക്ലിയർ ദാറ്റ് ദർ വിൽ ബി സം കോൺസ്റ്റിറ്റ്വൻറ്റ് പാർട്ടിക്കിൾ വിച്ച് ഇസ് മേക്കിംഗ് ദറ്റ് ലൈറ്റ് ടു സ്കാറ്റർ. നമ്മൾ പോലും കാണാത്ത അതിൻ്റെ ഉള്ളിലെ കോൺസ്റ്റിറ്റ്വൻറ്റ് പാർട്ടിക്കിൾ ഉണ്ട് അതിൻ്റെ ഉള്ളിൽ എന്താക്കാൻ, ആ ലൈറ്റിനെ സ്കാറ്റർ ചെയ്യാൻ. അപ്പം നമുക്ക് മനസ്സിലായി ഈ 3 ആൾക്കാരും ഡിഫറെൻ്റാണ്. ദോ ദേ ആർ, വി തിങ്ക് ദാറ്റ് മിൽക്ക് ഈസ് എ പ്യുവർ സബ്സ്റ്റൻസ്. ഇറ്റ്സ് നോട്ട് എ പ്യുവർ സബ്സ്റ്റൻസ്, ഇറ്റ്സ് എ മിക്സ്ചർ. മിൽക്ക് എന്ന് പറയുന്നത് ഒരു മിക്സ്ചറാണ്, കോമ്പിനേഷൻ ഓഫ് ഫാറ്റ് വാട്ടറൊക്കെ ഉള്ള ഒരു മിക്സ്ചറാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, വി ആർ ഗോയിങ് ടു ക്ലാസിഫൈ ദം ബേസ്ഡ് അപ്പോൺ ദി സൈസ് ഓഫ് ദി കോൺസ്റ്റിറ്റ്വൻറ്റ് പാർട്ടിക്കിൾ. ഇതിൻ്റെ ഉള്ളിലെ കോൺസ്റ്റിറ്റ്വൻറ്റ് പാർട്ടിക്കിളിൻ്റെ സൈസിനെ ബേസ് ചെയ്തിട്ട് വി ആർ ഗോയിങ് ടു ക്ലാസിഫൈ ദിസ് മിക്സ്ചേഴ്സ് ഇൻ ടു സൊല്യൂഷൻ. ഈ ഫസ്റ്റ് വണ്ണിനെ നമ്മൾ സൊല്യൂഷൻ എന്ന് പറയും. സെക്കൻഡ് വണ്ണിനെ നമ്മൾ സസ്പെൻഷൻ എന്ന് പറയും. സെക്കൻഡ് വൺ ഇസ് കോൾഡ് ആസ് ദി സസ്പെൻഷൻ ആൻഡ് തേർഡ് വൺ ഇസ് കോൾഡ് ആസ് കൊളോയിഡൽ സൊല്യൂഷൻ എന്ന് പറയും. എന്താണ് കൊളോയിഡൽ സൊല്യൂഷൻ? സോ വി ഷുഡ് നോ വാട്ട് ഈച്ച് ആൻഡ് എവറിത്തിങ് ഇസ്. അപ്പം എന്താണ്, നമ്മൾ 3 ടെസ്റ്റ് ട്യൂബ് തന്നു. 1 is with sugar and water and second with chalk and water and milk. So first experiment was that we are just keeping that we cannot see any boundary or we cannot distinguish between the particles in a sugar solution. In second one we can see a distinct boundary. Chalk ivide, water ivide.
ആൻഡ് തേർഡ് വണ്ണിൽ നമുക്ക് അങ്ങനെ ഒന്നും ഫീൽ ചെയ്തില്ല, മിൽക്ക് ആസിഡ് കണ്ടു. Second, we are passing light through this test tube. First one, we cannot see the path of the light. Light can pass ചെയ്തെങ്കിൽ I cannot see the path of the light. But in the second one, I can see the path of the light. ഒരു ലൈറ്റിൻ്റെ പാത്ത് എപ്പോഴാണ് കാണുക? വെൻ നമ്മൾ ലൈറ്റ് പാസ് ചെയ്യുന്ന സമയത്ത് ഏതെങ്കിലും കോൺസ്റ്റിറ്റ്യൂവൻറ്റ് പാർട്ടിക്കിളുമായിട്ട് എന്താവും, അത് സ്കാറ്റർ ചെയ്യുമ്പോഴാണ് ലൈറ്റിൻ്റെ പാത്ത് കാണാൻ പറ്റുന്നത്. ബട്ട് ഇവിടെ കാണാൻ പറ്റുമെങ്കിൽ വി നോ ദാറ്റ് ദ കോൺസ്റ്റിറ്റ്യൂവൻറ്റ് പാർട്ടിക്കിൾ ചോക്ക് ഉണ്ട്, അതെന്താവും, അതായിരിക്കും ലൈറ്റിൻ്റെ സ്കാറ്റർ ചെയ്യുണ്ടാവുക. പക്ഷെ മിൽക്ക് നമ്മൾ എന്താ വിചാരിക്കുക, ഇറ്റ്സ് എ പ്യുവർ സബ്സ്റ്റൻസ്. ബട്ട് ഇറ്റ്സ് നോട്ട് എ പ്യുവർ സബ്സ്റ്റൻസ്, ഇറ്റ്സ് എ മിക്സ്ചർ. അതിൻ്റെ സ്പെഷ്യാലിറ്റി എന്താ, അതും നമ്മൾ ലൈറ്റ് കടത്തി വിട്ടപ്പോൾ വി ക്യാൻ സീ ദ പാത്ത് ഓഫ് ദി ലൈറ്റ്. അങ്ങനെയാണെങ്കിൽ മിൽക്കിൻ്റെ ഉള്ളിൽ കോൺസ്റ്റിറ്റ്യൂവൻറ്റ് പാർട്ടിക്കിൾസ് ഉണ്ട്. ആ കോൺസ്റ്റിറ്റ്യൂവൻറ്റ് പാർട്ടിക്കിൾസാണ് മിൽക്കിന് എന്ത് കൊടുക്കും, ആ ലൈറ്റിനെ സ്കാറ്റർ ചെയ്യിപ്പിക്കുന്നത്. സോ ബേസ്ഡ് ഓൺ ദിസ് വി ആർ ഗോയിങ് ടു ക്ലാസിഫൈ ദം ഇൻ ടു സൊല്യൂഷൻ, സസ്പെൻഷൻ ആൻഡ് കൊളോയിഡൽ സൊല്യൂഷൻ. അപ്പം നമുക്ക് നോക്കാം എന്തൊക്കെയാണ്. അപ്പോൾ ആദ്യം നമ്മൾ പഠിക്കാൻ പോകുന്നത് സൊല്യൂഷനാണ്. ഈച്ച് ആൻഡ് എവറിത്തിങ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് ഇൻ ദിസ് ടോപ്പിക്. ഐ ടോൾഡ് ദാറ്റ് ഓൾറെഡി ദിസ് ലെസൺ ഇസ് ദ സെയിം. The main thing, almost all the things which we are going to study in our grade 11 also. So it's a basic thing. So first we are going to discuss about what is a solution. അപ്പോൾ എന്താണ് സൊല്യൂഷൻ? അപ്പം നമ്മൾ മിക്സ്ചറിനെ തന്നെ നേരത്തെ നമ്മൾ ക്ലാസിഫൈ ചെയ്ത് അവരെ ആ ഒരു ഡിസ്ട്രിബ്യൂഷൻ്റെ യൂണിഫോമിറ്റീനെ ബേസ് ചെയ്തിട്ട് homogeneous and heterogeneous. Now we are going to classify the mixture based upon the size of the constituent particle. അതിലിരിക്കുന്ന constituent particle സൈസിനെ ബേസ് ചെയ്ത് we are going to classify them. First one is solution. Solution എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ഹോമോജീനിയസ് മിക്സ്ചർ. ഇറ്റ്സ് എ ഹോമോജി. അപ്പം നമ്മൾ എപ്പോഴും പഠിക്കുമ്പോൾ ഒരു എക്സാമ്പിൾ നമ്മുടെ മൈൻഡിലാണ്, നമുക്ക് എല്ലാ പോയിന്റ്സും ഇങ്ങനെ എഴുതാൻ പറ്റും. അപ്പോൾ സൊല്യൂഷൻ്റെ ആദ്യം തന്നെ ഒരു എക്സാമ്പിൾ ആലോചിച്ചാൽ മതി, സോൾട്ട് സൊല്യൂഷൻ ഓർ sugar solution. So we can call it a solution. What is a solution? A solution is a homogeneous mixture of two or more substance. ഹോമോജീനിയസ് ആയിരിക്കും. അതായത് എനിക്ക് ഹോമോജീനിയസ് എന്ന് പറഞ്ഞാൽ ഒരേപോലെ വെള്ളം എവിടെ, സോൾട്ട് എവിടെ, അല്ലെങ്കിൽ വെള്ളം എവിടെ, ഷുഗർ എവിടെ നമുക്ക് കാണാൻ പറ്റില്ല. ഇറ്റ്സ് എ ഹോമോജീനിയസ്. സോ എ സൊല്യൂഷൻ ഇസ് എ ഹോമോജീനിയസ് മിക്സ്ചർ ഓഫ് ടു ഓർ മോർ കോൺസ്റ്റിറ്റ്യൂവൻസ്. ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് സോൾട്ട് ഇടാം, ഷുഗർ ഇടാം, വെള്ളത്തിൽ 3 ഇട്ടാലും ഐ കനോട്ട് ഐഡൻറ്റിഫൈ വേർ ഇസ് ദ സോൾട്ട്, വേർ ഇസ് ദ ഷുഗർ ഓർ വേർ ഇസ് ദ വാട്ടർ. So it's a homogeneous mixture of two or more constituent particle. ഇനിയിപ്പം ഞാൻ ഈ സൊല്യൂഷൻ, ഒരു സൊല്യൂഷൻ എടുത്താൽ ഇറ്റ് വിൽ ബി ഹാവിങ് 2 parts. 2 പാർട്ടുകളുണ്ട് ഒരു സൊല്യൂഷന്. ഞാനിപ്പോൾ ഒരു ഷുഗർ സൊല്യൂഷൻ എടുക്കുകയാണ്. ദാറ്റ് ഷുഗർ സൊല്യൂഷൻ ഇസ് ഹാവിങ് 2 parts. സൊല്യൂഷനെ നമുക്ക് പറയാം, സൊല്യൂഷനിൽ ഒരു സൊല്യൂട്ട് പാർട്ട് ഉണ്ടാവും. എന്താണ് സൊല്യൂട്ട് പാർട്ട്? ആൻഡ് ദി സോൾവെൻ്റ് പാർട്ട് ഉണ്ട്. എന്താണ് സൊല്യൂട്ട് പാർട്ട് ആൻഡ് ദി സോൾവെൻ്റ് പാർട്ട് ഉണ്ട്. ഒരു സൊല്യൂഷനിൽ ഒരു സൊല്യൂട്ട് പാർട്ടും ഉണ്ട്, ഒരു സോൾവെൻ്റ് പാർട്ടുണ്ട്. അപ്പോൾ അതും ഞാൻ എക്സാമ്പിൾ വെച്ച് പറഞ്ഞുതരാം. സോൾട്ട് സൊല്യൂഷനിലെ സോൾട്ട് എന്ന് പറയുന്നത് സൊല്യൂട്ടും സോൾവെൻ്റ് എന്ന് പറയുന്നത് വാട്ടറുമാണ്. സോ ഇൻ എ സൊല്യൂഷൻ ദർ വിൽ ബി 2 parts, a solute and a solvent. In salt solution, salt is the solute and solvent is the water. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി എന്താണ്? അതായത് ഒരു സൊല്യൂഷൻ ഉണ്ടാക്കും. ഞാൻ പറഞ്ഞു 2 or more അപ്പോൾ 2 components ഉള്ള ഒരു സൊല്യൂഷനാണ്. ദ കോമ്പണൻറ്റ് വിച്ച് ഈസ് പ്രസൻറ്റ് ഓർ വിച്ച് ഈസ് ആഡഡ് ടു ദ സൊല്യൂഷൻ. ഏതാണ് നമ്മൾ സൊല്യൂഷനിലേക്ക് ആഡ് ചെയ്യുന്നത്, അതിനെയാണ് നമ്മൾ എന്ത് പറയുക, സൊല്യൂട്ട് എന്ന് പറയാം. ദ സബ്സ്റ്റൻസ് ഓർ ദി സബ്സ്റ്റൻസ് വിച്ച് ഈസ് ആഡഡ് ടു ദ സൊല്യൂഷൻ. ആ സൊല്യൂഷനിലേക്ക് നമ്മൾ എന്താണോ ആഡ് ചെയ്യുന്നത് ആ ഒരു സബ്സ്റ്റൻസിനെ നമ്മൾ എന്ത് പറയും, സൊല്യൂട്ട് എന്നും. ആൻഡ് ദ സബ്സ്റ്റൻസ് വിച്ച് മിക്സ് ദാറ്റ് സബ്സ്റ്റൻസ്, ആ ഒരു വലിയൊരു സബ്സ്റ്റൻസ് ഇല്ലേ, എന്തിലാണോ ഈ പാർട്ടിക്കിൾ മിക്സ് ആവുന്ന അതിനെയാണ് നമ്മൾ എന്ത് പറയുക, സോൾവെൻ്റ് എന്ന് പറയും. അതായത് സോൾട്ട് എന്ന് പറഞ്ഞ പാർട്ടിക്കിളിൻ്റെ അടുത്ത് സബ്സ്റ്റൻസിൻ്റെ അടുത്ത് ഞാൻ വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ ആ ആഡ് ചെയ്യുന്ന സബ്സ്റ്റൻസ് ഇസ് ദ സൊല്യൂട്ട് ആൻഡ് ദ സോൾവെൻറ്റ് ഈസ് ദ തിങ് വിച്ച് ഡിസോൾവ്സ് ദ സൊല്യൂട്ട്. എന്താണ് ആ ചെറിയ സബ്സ്റ്റൻസിനെ ഡിസോൾവ് ചെയ്യുന്നത്, അതിനെയാണ് നമ്മൾ സോൾവെൻ്റ് എന്ന് പറയുന്നത്. ഇതാണ് ഏറ്റവും എളുപ്പത്തിൽ പറയാൻ പറ്റുന്നത്. അപ്പോൾ ഡെഫിനിഷനായിട്ട് പറയുമ്പോൾ എന്തായിരിക്കും, a solvent, the component of a solution that dissolves the other component in it. അതായത് the component of a സൊല്യൂഷനിലൊരു കോമ്പണൻറ്റ് that dissolves the other component. മറ്റേ കോമ്പൗണ്ട് ഡിസോൾവ് ചെയ്യിപ്പിക്കുന്ന ആളെ നമ്മൾ എന്ത് പറയും, സോൾവെൻ്റ് എന്നും. So what is solute? The component of a solution that is dissolved in the solvent. The component of the solution that is dissolved in the solvent. ഏത് കോമ്പണൻ്റ് ആണ് സോൾവെൻറ്റിൽ ഡിസോൾവ് ചെയ്യുന്നത് അതിനെയാണ് നമ്മൾ എന്ത് പറയുക, സൊല്യൂട്ട്. ക്ലിയർ ആണല്ലോ. എക്സാമ്പിൾ, സോൾട്ട് ഇൻ വാട്ടർ. സോൾട്ട് ഇസ് ദ സൊല്യൂട്ട് ആൻഡ് സോൾവെൻറ്റ് ഇസ് ദി വാട്ടർ.
sugar solution. Sugar is the solute, water is the solvent. അപ്പോൾ ഇതാണ് സൊല്യൂഷൻ്റെ ടു പാർട്സുകൾ എന്ന് പറയുന്നത്, സൊല്യൂട്ട് ആൻഡ് ദി സോൾവെൻറ്റ്. അതായത് ടു കോമ്പണൻസ് ഇൻ എ സൊല്യൂഷൻ, സോൾവെൻറ്റ്. ഈ ഒരു കാര്യം നമുക്ക് കൺഫ്യൂസ്ഡ് ആവുമ്പോൾ തന്നെ നമുക്ക് ചിന്തിക്കാൻ ഒരു കാര്യമുണ്ട്. സൊല്യൂട്ടും സോൾവെൻറ്റും നോക്കുക, 1 2 3 4 5 6 1 2 3 4 5 6 7. ഇതിൽ ഏറ്റവും വലുതാണ് സൊല്യൂട്ട് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ചെറിയ ഒരു പ്രൊണൗൺസിയേഷൻ, സൊല്യൂട്ട് ചെറിയ ആൾ, സോൾവെൻറ്റ് അത് പറയുമ്പോൾ നമുക്ക് കുറച്ച് പ്രൊണൗൺസിയേഷൻ വലുതല്ലേ നമ്മൾ പറയുന്ന ലാംഗ്വേജ്. അപ്പം സോൾവെൻറ്റ് എന്ന് പറയുമ്പോൾ അത് വലിയ ആളാണ്. വലിയ ആളെന്ന് പറഞ്ഞാൽ ദ കോമ്പണൻറ്റ് വിച്ച് ഡിസോൾവ്, വലിയ ആളല്ലേ ഡിസോൾവ് ചെയ്യിപ്പിക്കുന്നത്, വെള്ളം എന്ന് പറയുന്ന കുറേ ഉള്ള ലിക്വിഡ്. അപ്പം ദിസ് സബ്സ്റ്റൻസ് ഓർ ദ പാർട്ട് ഓഫ് ദി സൊല്യൂഷൻ which dissolves the solute is known as dissolvent. Solute ചെറിയ ആളാണ്. The part of the solute which is dissolving in the solvent is called as the solute. കാര്യം മനസ്സിലായല്ലോ, കൂടുതൽ പറഞ്ഞാൽ കൺഫ്യൂസ്ഡ് ആയപ്പോൾ. അപ്പോൾ സൊല്യൂട്ടും സോൾവെൻറ്റും. ഇനി വേറൊരു തരത്തിലും പറയാം, the solution in which the substance which is present in the smaller amount is called as the solute, and the solution, the substance which is present in the larger amount is called as the solvent. അല്ലേ, സോൾട്ട് വാട്ടറിൽ വാട്ടർ കൂടുതലും സോൾട്ട് കുറച്ചുവാണെങ്കിൽ സോൾവെൻറ്റ് നമ്മൾ എന്ത് പറയും, വാട്ടർ എന്നും സൊല്യൂട്ട് എന്നുള്ളത് സോൾട്ട് എന്ന് പറയും. ക്ലിയർ? ഇതാണ് സൊല്യൂഷൻ്റെ രണ്ട് പാർട്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ എന്താ സൊല്യൂഷൻ എന്ന് പറഞ്ഞു, സൊല്യൂട്ട് എന്താ സോൾട്ട്. നൗ വി ആർ ഗോയിങ് ടു ഡിസ്കസ് അബൌട്ട് ദി പ്രോപ്പർട്ടീസ് ഓഫ് ദി സൊല്യൂഷൻ. എന്തൊക്കെയാണ് ഇവരുടെ പ്രോപ്പർട്ടീസ് എന്നുള്ളത്. ഫസ്റ്റ് പ്രോപ്പർട്ടി, ഇറ്റ് ഈസ് എ ഹോമോജീനിയസ് കോമ്പിനേഷൻ ഓഫ് ദി സബ്സ്റ്റൻസസ്. അല്ലേ, ഒരു ഹോമോജീനിയസ് ആയിട്ടുള്ളൊരു കോമ്പിനേഷനാണ് സോൾട്ട്സ്. അപ്പോൾ തന്നെ മനസ്സിൽ വിചാരിക്കുക സൊല്യൂഷൻ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മൈൻഡിൽ വരേണ്ടത് സോൾട്ട് സൊല്യൂഷൻ അല്ലെങ്കിൽ ഷുഗർ സൊല്യൂഷൻ. സോ ഫസ്റ്റ് പോയിന്റ്, ഇറ്റ്സ് എ ഹോമോജീനിയസ് കോമ്പിനേഷൻ ഓഫ് ദി 2 or more substances. Second one, the size of the particle, വളരെ important. Size of the particle or the size of the solute is very, very, very small. The size of the solute particle is very small. We cannot see with our naked eye. നമുക്ക് അതിൻ്റെ കോൺസ്റ്റൻറ്റ് പാർട്ടിക്കിളിൻ്റെ പെട്ടെന്ന് ഒരു നേക്കഡ് ആയിട്ട്, അത് ഒന്നും വെക്കാത്ത കണ്ണുകൊണ്ട് നമുക്ക് അതിൻ്റെ സൊല്യൂട്ട് പാർട്ടിക്കിൾസിനെ കാണാൻ പറ്റില്ല. ഫസ്റ്റ് വൺ. സെക്കൻഡ് പോയിന്റ്, the size of the particle is less than 1 nanometer. 1 nanometer എന്ന് പറഞ്ഞാൽ എന്താ അറിയോ, 10⁻⁹ മീറ്റർ. ഈ 10⁻⁹ 10⁹ എഴുതി കഴിഞ്ഞാൽ എന്തെന്നാ, 1 കഴിഞ്ഞിട്ട് 9 zeros ഉണ്ട് എന്നാണ് 10⁻⁹. 10⁻⁹ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ഡെസിമൽ വാല്യൂ. അതായത് 0.00000002345678 ഇത്രയും എന്തുണ്ട്, 0.0, ഇത്രയും ചെറിയ ആളാണ് എന്ത്, 0.0000. അപ്പോൾ ഇവരുടെ ഒരു സൈസ്, അതായത് ഹോമോജീനിയസ്, അതായത് സൊല്യൂഷനിലെ കോൺസ്റ്റിറ്റ്യൂവൻറ്റ് പാർട്ടിക്കിളിൻ്റെ സൈസ് എന്ന് പറഞ്ഞാൽ അത്രയും ചെറുതാണ്. അതുകൊണ്ട് എന്താണ് നമ്മൾ പറഞ്ഞു, വി കനോട്ട് സീ ദ പാത്ത് ഓഫ് ദി ലൈറ്റ് when it is passed through a solution. Sugar solutionലൂടെയോ salt solutionലൂടെ ലൈറ്റ് പാസ് ചെയ്തപ്പോൾ we cannot see the path of the light because the constituent particle in a solution is very small. It is less than 1 nanometer. So it cannot scatter the light. അതിന് എന്ത് പറ്റുന്നില്ല, ലൈറ്റിനെ സ്കാറ്റർ ചെയ്യാൻ പറ്റുന്നില്ല. That's why we cannot see the path of the light. അപ്പോൾ ഇതാണ് നമ്മൾ ഫസ്റ്റ് എക്സ്പെരിമെൻറ്റിൽ ഞാൻ പറഞ്ഞല്ലോ, ലൈറ്റ് പാസ് ചെയ്തപ്പോൾ വി കനോട്ട്. ഇതൊരു ക്വസ്റ്റ്യൻ ആയി ചോദിക്കാം. ദാറ്റ് ഈസ് എ സ്റ്റുഡൻറ്റ് ഇസ് പാസിങ് എ ലൈറ്റ് ത്രൂ എ സോൾട്ട് സൊല്യൂഷൻ, ഹി കനോട്ട് സീ ദ പാത്ത് ഓഫ് ദി ലൈറ്റ്. വൈ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദ കോൺസ്റ്റിറ്റ്യൂവൻറ്റ് പാർട്ടിക്കിൾ ഇൻ എ സൊല്യൂഷൻ ഇസ് very small. It is less than 1 nanometer. It cannot scatter the light. That's why the path of the light is not visible in a solution. Clear ആണല്ലോ. ഇനി അടുത്ത പോയിന്റ്. അപ്പം നമ്മളിപ്പോൾ ഫസ്റ്റ് പറഞ്ഞു ഇറ്റ്സ് എ ഹോമോജീനിയസ് മിക്സ്ചർ എന്ന് പറഞ്ഞത് സൈസ് ഓഫ് ദ പാർട്ടിക്കിൾ വെരി സ്മോൾ ആണ് പറഞ്ഞു. ഇവരുടെ സൈസ് സ്മോൾ ആയതുകൊണ്ട് ഈവൻ it cannot be visible, the constant particle cannot be visible with a microscope. നമ്മുടെ നേക്കഡ് ഐ കൊണ്ട് മാത്രമല്ല, ഈവൻ ഒരു മൈക്രോസ്കോപ്പ് കൊണ്ട് വരെ നമുക്ക് ആ ഒരു കോൺസ്റ്റൻറ്റ് പാർട്ടിക്കിളെ കാണുക എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണ്. സോ ഇറ്റ്സ് സ്മോളർ ഇൻ സൈസ്. ഇനി അടുത്ത പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അപ്പം നമ്മൾ സൈസിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു. സൈസ് ഹോമോജീനിയസ് മിക്സ്ചർ ആണെന്ന് പറഞ്ഞു. പിന്നെ അവരുടെ സൈസ് പറഞ്ഞു അല്ലേ, ലെസ് ദാൻ 1 nanometer, ലെസ് ദാൻ 1 nanometer എന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ പറഞ്ഞു പാത്ത് ഓഫ് ദി ലൈറ്റ് ഇസ് നോട്ട് വിസിബിൾ. പാത്ത് ഓഫ് ദി ലൈറ്റ്
ഇസ് നോട്ട് വിസിബിൾ. അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് ദേ ആർ സ്റ്റേബിൾ. സ്റ്റേബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഞാൻ അതിന് ഏറ്റവും എക്സാമ്പിൾ പറയാം. ഞാൻ ചോക്കും വാട്ടറും കൂടെ മിക്സ് ചെയ്ത് ഷെയ്ക്ക് ചെയ്തപ്പം ആദ്യം എനിക്ക് തോന്നി ഇത് ഡിസോൾവ് ആയി. പക്ഷേ ഞാനൊരു ഇങ്ങനെ തന്നെ വെച്ച് കഴിഞ്ഞാൽ അപ്പം തന്നെ ഐ ക്യാൻ സീ ദറ്റ് ദ ചോക്ക് വിൽ സെറ്റിൽ ആൻഡ് ദ വാട്ടർ ഐ ക്യാൻ സീ അബൌ ഇറ്റ് അല്ലേ. ചോക്ക് ഇങ്ങനെ താഴെ കിടക്കുന്നത് കാണാം. ബട്ട് ഞാനിപ്പോൾ ഒരു ഷുഗർ സൊല്യൂഷൻ ഉണ്ടാക്കി നല്ലോണം ഷെയ്ക്ക് ചെയ്ത് കയ്യിൽ വെച്ചാലും I cannot see the sugar settling or the salt is settling. So നമ്മളതങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അവർ സ്റ്റേബിളായിട്ട് നിൽക്കും. So they are stable liquids. We can call it them as they are stable liquids. അല്ലേ, സ്റ്റേബിൾ ആയിട്ടുള്ള ലിക്വിഡ്, അതായത് സ്റ്റേബിൾ ആയിട്ടുള്ള സബ്സ്റ്റൻസ്. അത് we can call it as stable substances. അല്ലാതെ അവർ മിക്സ് ആയി കഴിഞ്ഞ് ഞാനൊരു 5 മിനിറ്റ് ഇവിടെ വെക്കുമ്പോഴത്തേക്ക് ഇപ്പം നമ്മളൊരു ഗസ്റ്റിന് ഒരു സോൾട്ട് സൊല്യൂഷൻ അല്ലെങ്കിൽ ഒരു ഷുഗർ സൊല്യൂഷൻ കുടിക്കാൻ കൊടുത്തു കഴിഞ്ഞാൽ അവരത് വെക്കുമ്പോഴത്തേക്ക് ഷുഗർ സെറ്റിൽ നെവർ. നമുക്ക് അവരെ എന്ത് ചെയ്യാൻ പറ്റും? വി ക്യാൻ മേക്ക് ഇറ്റ് സെറ്റിൽ ജസ്റ്റ് ബൈ കീപ്പിംഗ് ഇറ്റ് ഫോർ നമ്മൾ കുറച്ച് നേരം വെച്ച് കഴിഞ്ഞാൽ അത് കുറച്ച് നേരം എന്നല്ല, നമ്മൾ വല്ല സൺലൈറ്റിലേക്ക് വെച്ച് കഴിഞ്ഞാൽ ഇവോപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വി ക്യാൻ എന്ത് ചെയ്യാൻ പറ്റും? നമുക്കങ്ങനെ സെപ്പറേറ്റ് ചെയ്തെടുക്കാം. അല്ലാതെ അവർ പെട്ടെന്നൊന്നും സെറ്റിൽ ആവില്ല. സോ ദേ ആർ stable substances. Next point എന്ന് പറയുന്നത് they cannot be separated by the method of filtration. നമ്മളൊരു സ്ട്രെയിനർ വെച്ചിട്ടോ, സ്ട്രെയിനർ തന്നെ കുറച്ചുകൂടെ വൈഡ് ആയിട്ടുള്ള ഓപ്പണിംഗ് ആയിരിക്കും. നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടല്ലോ സ്ട്രെയിനേഴ്സ്, നമ്മൾ ടീ ഡസ്റ്റൊക്കെ മാറ്റാൻ വേണ്ടി യൂസ് ചെയ്യും. ടീ ഒക്കെ ഒഴിക്കുമ്പോൾ സ്ട്രെയിനേഴ്സിലൂടെ സോൾട്ട് സൊല്യൂഷനോ ഷുഗർ സൊല്യൂഷനോ ഉണ്ടാക്കി നമ്മൾ സ്ട്രെയിൻ ചെയ്ത് കഴിഞ്ഞാൽ വെദർ വി വിൽ ഗെറ്റ് ഷുഗർ സെപ്പറേറ്റ്, സോൾട്ട് വാട്ടർ സെപ്പറേറ്റ്? നോ, നമുക്ക് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റില്ല. ഇനി അതിലും കൂടുതൽ നല്ല ഇതാണ് നമ്മുടെ ഫിൽറ്റർ പേപ്പേഴ്സ്. അതിൻ്റെ പോർസ് തീരെ നമുക്ക് കാണാൻ പറ്റില്ല. ഇനി ഞാനൊരു ഫിൽറ്റർ പേപ്പർ എടുത്തിട്ട് ഇഫ് ഐ എം ജസ്റ്റ് ട്രാൻസ്ഫറിങ് ദ ലിക്വിഡ്, ഐ കനോട്ട് സെപ്പറേറ്റ് ദീസ് സൊല്യൂഷൻ ഇൻ ടു സൊല്യൂട്ട് ആൻഡ് സോൾവെൻറ്റ്. സൊല്യൂട്ട് വേറെ, സോൾവെൻറ്റ് വേറെ പറ്റില്ല. അതിനനുസരിച്ച് ഞാനൊരു ചോക്ക് സൊല്യൂഷൻ എടുത്തു, അതെടുത്ത് ഞാനൊരു സ്ട്രെയിനറിലൂടെയോ അല്ലെങ്കിൽ ഒരു ഫിൽറ്റർ പേപ്പറിലൂടെയോ എന്താക്കി എനിക്ക് ഈസി ആയിട്ട് ചോക്ക് വേറെ വെള്ളം വേറെ കിട്ടില്ല. സോ ദീസ് സബ്സ്റ്റൻസസ് കനോട്ട് ബി ഈസിലി സെപ്പറേറ്റഡ്, by the method of filtration. ഇത്രയാണ് ഇവരുടെ മെയിൻ ആയിട്ടുള്ള പോയിൻറ്റ്സ് നമുക്ക് പറയാനുള്ളത്. സോ വെരി ഇമ്പോർട്ടൻറ്റ്. സൊല്യൂഷൻ ഇസ് എ ഹോമോജീനിയസ് കോമ്പിനേഷൻ ഓഫ് 2 or more substances. Solution has 2 parts, solute and the solvent. Solute is a component of a solution which get dissolved in the solvent, and solvent is the substances or the part of the component of a solution which dissolves the substances. Then the properties പറയുമ്പോൾ homogeneous ആണ്. Size of the constituent particle, size of the solution അല്ല, size of the constituent particle, അതിലുണ്ടാവുന്ന particle is less than 1 nanometer. Path of the light is not visible. If we pass a light through a solution, we cannot see the path of the light. Why? It's because the constituent particle is very small, so it cannot scatter the light. Next come, they are stable. They do not settle down if we keep them for a long time. A long time വെച്ചാൽ അത്ര പെട്ടെന്നൊന്നും സെറ്റിൽ ആവില്ല. Then it cannot be easily separated by the method of filtration. So these are some of the main important properties of solution. ക്ലിയർ ആയില്ല ഇത്രയും കാര്യം? ഇതൊക്കെ ഇനി ടെക്സ്റ്റ് ഒന്ന് വായിച്ചാൽ മാത്രം മതി. അത്രയും തറവാക്കി നിങ്ങൾ ഇത്രയും പറയുന്നുണ്ട്, ഇനി നിങ്ങൾ ജസ്റ്റ് ഒന്ന് മൈൻഡിൽ വെച്ചാൽ മതി. ഓക്കെ, സോ വിൽ ഗോ ദ നെക്സ്റ്റ്. ഇപ്പം നമ്മൾ പറഞ്ഞത് സോൾട്ട് സൊല്യൂഷൻ അങ്ങനെയൊക്കെ പറഞ്ഞു. അപ്പം നിങ്ങൾ വിചാരിക്കും വെറും ലിക്വിഡ് ഉള്ളത് മാത്രമാണോ സൊല്യൂഷൻ എന്നുള്ളത് അല്ലേ? സോൾട്ട് ഇൻ വാട്ടർ, ഷുഗർ ഇൻ വാട്ടർ, ഇതൊക്കെയാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്. No, solution can be classified into solid solution. Solid solutionൻ്റെ പ്രത്യേകത എന്താ അറിയോ? Solid will be the solvent. Solvent എന്ന് പറഞ്ഞാൽ ആരിലാണോ ഡിസോൾവ് ചെയ്യുന്നത് അല്ലേ? The substance which dissolves the other substance, അതിലെന്താവാം? സോളിഡ് സോൾവെൻറ്റ്. ഇനി ലിക്വിഡ് സൊല്യൂഷൻ ഉണ്ട്, നമുക്ക് സിമ്പിളാണ് അല്ലേ? ലിക്വിഡ് സൊല്യൂഷൻ ഇപ്പോൾ നമ്മൾ പറഞ്ഞ സോൾട്ട് ഇൻ വാട്ടർ, അതിലെന്താ വാട്ടറാണ് അതിലത്തെ സോൾവെൻറ്റ്. സോ ഇവിടെ ലിക്വിഡ് ആയിരിക്കും എന്ത്? സോൾവെൻ്റ് എന്ന് പറയുന്നത്. ദെൻ കം ഗേഷ്യസ് സൊല്യൂഷൻ. ഗേഷ്യസ് സൊല്യൂഷൻ എന്ന് പറയുന്നത് ദ സൊല്യൂഷൻ ഇൻ വിച്ച് ദ ഗ്യാസ് വിൽ ബി ദി സോൾവെൻറ്റ്. ആരാണ് ഇവിടുത്തെ സോൾവെൻറ്റ്? ഗ്യാസ്. നമ്മൾ എന്താ ക്ലാസിഫൈ ചെയ്ത് സൊല്യൂഷനെ നമ്മൾ സോളിഡ് സൊല്യൂഷൻ എന്നും ലിക്വിഡ് സൊല്യൂഷൻ എന്നും ഗേഷ്യസ് സൊല്യൂഷൻ എന്നും ക്ലാസിഫൈ ചെയ്തു.
അപ്പോൾ ഞാൻ പറഞ്ഞു സോളിഡ് സൊല്യൂഷനിൽ ഡിസോൾവ് ചെയ്യിപ്പിക്കുന്ന ആൾ സോളിഡാണെന്നല്ലേ. അങ്ങനെ ഒരാളുണ്ട്. സോളിഡ് സൊല്യൂഷൻ്റെ എക്സാമ്പിളാണ് സോളിഡ്. അതായത് എക്സാമ്പിൾ അല്ല, സോളിഡ് എന്ന് പറഞ്ഞാൽ സൊല്യൂട്ടും സോളിഡ് സ്റ്റേറ്റിലാണ്, സോൾവെൻറ്റും സോളിഡ് സ്റ്റേറ്റിലാണ്. അതിനെയാണ് നമ്മൾ എലോയ്സ് എന്ന് പറയും. എലോയ് എന്താണ്? എലോയ്. എലോയ് is a combination or alloy is a mixture of 2 or more solid substances. അതൊരു മിക്സ്ചറാണ്. അതിൽ ചിലപ്പോൾ 2 അല്ലെങ്കിൽ മോർ ദാൻ എന്തുണ്ടാവും? സോളിഡ് ആയിട്ടുള്ള സബ്സ്റ്റൻസസ് ഉണ്ടാവും. അവരെയാണ് നമ്മൾ എന്ത് പറയുക? എലോയ്. ഏറ്റവും നമ്മുടെ എക്സാമ്പിൾ നമുക്ക് പറയാൻ പറ്റും ബ്രാസ്, ബ്രോൺസ് എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ബ്രാസ് കേട്ടിട്ടുണ്ടോ? ബ്രോൺസ് എന്ന് കേട്ടിട്ടുണ്ടാവും നിങ്ങൾ. കാരണം ബ്രോൺസിൻ്റെ മെഡൽ കിട്ടി. നമ്മൾ ഈ ഒളിമ്പിക്സിലൊക്കെ പോകുന്നവർ പറയില്ല ബ്രോൺസിൻ്റെ മെഡൽ കിട്ടി. അല്ലെങ്കിൽ നമ്മുടെ ബ്രാസ് നമുക്ക് അറിയുന്നതാണ്. ഇപ്പോൾ വീടുകളിലൊക്കെ ലാമ്പ്, ലൈറ്റൊക്കെ, വിളക്കൊക്കെ കത്തിക്കുന്നുണ്ടെങ്കിൽ അതെന്താ? അത് ഒരു ഒറ്റ എലിമെൻ്റ്, ഒരു ഒറ്റ അതുമല്ല. ഇറ്റ്സ് എ കോമ്പിനേഷൻ ഓഫ് 2 or more എലിമെൻറ്റ്സ്. അപ്പോൾ വീട്ടിലുള്ള വിളക്കുകൾ ഒരു ഗോൾഡൻ കളർ പോലെ നിങ്ങൾ വിളക്കൊക്കെ കാണാറില്ല, അതൊക്കെ എന്താണ്? ബ്രാസ് എന്ന് പറയുന്ന ഒരു എലോയാണ്. അപ്പോൾ എലോയ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ കോമ്പിനേഷൻ ഓഫ് 2 or more എലിമെൻറ്റ്സ്. അപ്പോൾ ഈ ബ്രാസും ബ്രോൺസിലും ഏതൊക്കെ എലിമെൻറ്റ്സ് ഉണ്ട് നോക്കണ്ടേ? അപ്പോൾ ഈ ബ്രാസ് ആൻഡ് ബ്രോൺസ് എന്ന് പറഞ്ഞാൽ 2 പേരിലും കോപ്പർ ഉണ്ട്. കോപ്പറിൻ്റെ സിമ്പിൾ Cu ആണ്. ഈ ബ്രോൺസിലുള്ള വേറൊരാളാണ് ടിൻ. എന്ന് പറയുന്നത് ഇറ്റ്സ് എൻ എലിമെൻറ്റ്. ഇതും ഇതേപോലെ നമ്മൾ അയേൺ, കോപ്പർ, ഗോൾഡ് എന്നൊക്കെ പറയുന്ന പോലത്തെ ഒരാളാണ് ടിന്നിൻ്റെ സിമ്പിളാണ് Sn എന്ന് പറയുന്നത്. പീരിയോഡിക് ടേബിളിൽ നമ്മൾ ടിന്ന് നിങ്ങൾ കാണും. പീരിയോഡിക് ടേബിളിൽ ഹൈഡ്രജന് H, ഹീലിയം എന്നൊക്കെ ഇല്ലേ പറയാം. അതേപോലെ ടിന്നിനെ പറയുക. ഇനി വേണ്ട, നിങ്ങൾക്ക് അങ്ങനെ ഒരു കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ തന്നെ എഴുതാം. കോപ്പർ ആൻഡ് ടിൻ. ഇവർ 2 സോളിഡ്സും കൂടെ കമ്പൈൻ ചെയ്തിട്ടാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? ബ്രോൺസ് എന്ന് പറയുന്നത്. ഇതിൽ കോപ്പർ എന്ന് പറയുന്നത് ഹൈ പെർസെൻറ്റേജിലും ടിൻ എന്ന് പറയുന്നത് ലെസ് പെർസെൻറ്റേജിലുമാണ്. അപ്പം കോപ്പറാണ് ഇവിടുത്തെ സോൾവെൻ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നത്. ടിൻ എന്ന് പറയുന്നത് കുറച്ച് സൊല്യൂട്ടായിട്ടും ആക്ട് ചെയ്യും. ബ്രാസിൽ എന്ന് പറയുന്നത് കോപ്പറും സിങ്കും കൂടെ മിക്സ് ചെയ്തിട്ടാണ് ബ്രാസ് എന്ന് പറയുന്നത്. ഇതിലും കോപ്പർ ഇസ് ആക്ടിങ് ആസ് ദി സോൾവെൻറ്റ് ആൻഡ് സിങ്ക് ഇസ് ആക്ടിങ് ആസ് ദി സൊല്യൂട്ട്. ഇനി ഈ ഒരു മിക്സ്ചറിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ ദിസ് ഓൾസോ വി കനോട്ട് സെപ്പറേറ്റ് ദം ബൈ യൂഷ്വൽ ഫിസിക്കൽ മെത്തേഡ്. ഞാനൊരു ബ്രാസ് അല്ലെങ്കിൽ ബ്രോൺസ് എടുത്തിട്ട് ഇതിനെ ഞാൻ 2 ആക്കിയിട്ട് ഇതിൽ ടിന്ന് അല്ലെങ്കിൽ ഇതിൽ കോപ്പർ അങ്ങനെ സെപ്പറേറ്റ് ചെയ്യാൻ പറ്റില്ല. ഇറ്റ് കനോട്ട് ബി സെപ്പറേറ്റഡ് ബൈ physical method. So it is an example for solid solution. So what is meant by an alloy? An alloy is a combination of 2 or more solid substances. Example, brass and bronze. Bronze is a combination of copper and tin, and brass is a combination of copper and zinc. Clear ആണല്ലോ? ഇനി നെക്സ്റ്റ് ടോപ്പിക്. നെക്സ്റ്റ് എന്ന് പറയുന്നത് സോളിഡ് സൊല്യൂഷൻ. ഇനി നമ്മൾ ലിക്വിഡ്, ഈ സോളിഡിൻ്റെ എല്ലാം ഒന്നും നമ്മൾ പഠിക്കുന്നില്ല, നിങ്ങളെ ടെക്സ്റ്റിൽ ജസ്റ്റ് ഒന്ന് പറഞ്ഞതുകൊണ്ട് നമ്മൾ പറയുന്നുള്ളൂ. ഇനി ലിക്വിഡ് സൊല്യൂഷൻ. ലിക്വിഡിൽ ഞാൻ പറഞ്ഞു എന്ത്? ലിക്വിഡാണ് സോൾവെൻ്റ് എന്ന്. അപ്പം ലിക്വിഡിൽ ലിക്വിഡ് ഉണ്ടാവും അല്ലേ? ലിക്വിഡ് സോളിഡ് ഉണ്ടാവും ആൻഡ് ലിക്വിഡ് ഗ്യാസ് ഉണ്ടാവും. ഇവിടെയൊക്കെ ശ്രദ്ധിക്കേണ്ട എന്താ വെച്ചാൽ ലിക്വിഡാണ് സോൾവെൻറ്റ്, ഏറ്റവും കൂടുതലുള്ളത് ലിക്വിഡാണ്, അതിലേക്കാണ് നമ്മൾ സൊല്യൂട്ടാണ്. അതുകൊണ്ടാണ് അവരെ ലിക്വിഡ് സൊല്യൂഷൻ എന്ന് പറഞ്ഞത്. ലിക്വിഡ് എളുപ്പമുള്ള കുറേ എക്സാമ്പിൾസ് ഉണ്ട് അല്ലേ? നമുക്ക് എന്ത് പറയാം? ആൽക്കഹോൾ പ്ലസ് വാട്ടർ, ഇറ്റ്സ് എ കോമ്പിനേഷൻ ഓഫ് ബോത്ത് ലിക്വിഡ് അല്ലേ? ആൽക്കഹോൾ പ്ലസ് വാട്ടർ, രണ്ടാളും ലിക്വിഡ് ഫോമിലാണ്. ഇനി ലിക്വിഡ് സോളിഡിലുണ്ട്. ലിക്വിഡിലേക്ക് നമ്മൾ സോളിഡ് പാർട്ടിക്കിൾ, അതിന് എക്സാമ്പിളാണ് ടിങ്ചർ ഓഫ് അയഡിൻ. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, നിങ്ങളുടെ ലാബിലുണ്ടാവും. ടിങ്ചർ ഓഫ് അയഡിൻ എന്ന് പറയുന്നതിൽ ഇറ്റ്സ് എ കോമ്പിനേഷൻ ഓഫ് അയോഡിൻ. അയോഡിൻ എന്ന് പറഞ്ഞ ഒരു സോളിഡ് സബ്സ്റ്റൻസിൻ അയോഡിൻ ഇൻ ആൽക്കഹോൾ ആണ് എന്ത്? ടിങ്ചർ ഓഫ് അയോഡിൻ എന്ന് പറയുന്നത്. അതിൽ ആൽക്കഹോൾ കൂടുതലും അതിലേക്ക് അയോഡിൻ മിക്സ് ചെയ്യുന്നത്, അതിനാണ് നമ്മൾ ടിങ്ചർ ഓഫ് അയോഡിൻ. ഇറ്റ്സ് എൻ എക്സാമ്പിൾ ഓഫ് സോളിഡ് ലിക്വിഡ് സൊല്യൂഷൻ. ഇനി അടുത്തത് എന്താ? ഗ്യാസ് ഇൻ ലിക്വിഡ് നിങ്ങൾക്ക് നന്നായിട്ട് അറിയുന്ന ഒരാൾക്കാരാണ് എയറേറ്റഡ് ഡ്രിങ്ക്സ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ സോഡ വാട്ടർ, അതേപോലെ കൊക്കോകോള, പെപ്സി ഒക്കെ നല്ല ഗ്യാസിലെ
ഗ്യാസ് മിക്സ് ചെയ്തിട്ടുള്ള ലിക്വിഡ് അല്ല, അതായത് ലിക്വിഡിലേക്ക് നമ്മൾ ഗ്യാസ് മിക്സ് ചെയ്യാണ്. നിങ്ങൾക്ക് പറയാൻ പറ്റുമോ ഞാൻ ഇതിലെ ഗ്യാസ് മാത്രം എടുത്ത് കുടിക്കും അല്ലെങ്കിൽ ഇതിൽ ലിക്വിഡ്? നോ, ഇറ്റ്സ് എ മിക്സ്ചറാണ്. പക്ഷെ നമുക്ക് ഗ്യാസ് ബബിൾസ് ആയിട്ട് കാണാൻ പറ്റും അത് ഓപ്പൺ ആകുമ്പോൾ അല്ലേ. സോ ലിക്വിഡ് സൊല്യൂഷൻസിന് ലിക്വിഡ് ഉണ്ട്, ലിക്വിഡ് സോളിഡ് ഉണ്ട്, ലിക്വിഡ് ഗ്യാസ് ഉണ്ട്. അല്ലെങ്കിൽ ലിക്വിഡ് ആൽക്കഹോൾ പ്ലസ് വാട്ടർ. ലിക്വിഡ് സോളിഡിലാണ്, ലിക്വിഡിൽ സോളിഡ് ഇടുകയാണ് എന്താണ് നമ്മുടെ ടിങ്ചർ ഓഫ് അയഡിൻ എക്സാമ്പിളാണ്, സോൾട്ട് ഇൻ വാട്ടർ, ഷുഗർ ഇൻ വാട്ടർ ഒക്കെ ഇതിന് എക്സാമ്പിളാണ്. ദെൻ ലിക്വിഡ് ഗ്യാസിൽ എന്താണ് എയറേറ്റഡ് ഡ്രിങ്ക്സ് ആണ്. പിന്നെയാണ് ഗേഷ്യസ് സൊല്യൂഷൻസ്. ഗേഷ്യസ് സൊല്യൂഷനിൽ നമുക്ക് ഗ്യാസ് പറയാൻ പറ്റുമല്ലോ, നമ്മുടെ എയർ, നമ്മുടെ ചുറ്റുമുള്ള എയർ. ഇറ്റ്സ് എ കോമ്പിനേഷൻ ഓഫ് മെനി ഗ്യാസസ് അല്ലേ. ഗ്യാസ്, ഓക്സിജൻ ഉണ്ട്, കാർബൺ ഡയോക്സൈഡ് ഉണ്ട്, നൈട്രജൻ ഉണ്ട്, നമ്മുടെ ചുറ്റും പല ടൈപ്പ് ഓഫ് ഗ്യാസസ് ഉണ്ട്. സോ എയർ ഇസ് എൻ എക്സാമ്പിൾ ഫോർ എ ഗേഷ്യസ് സൊല്യൂഷൻ. ക്ലിയർ ആവുന്നുണ്ടല്ലോ? അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇന്ന് കാര്യമായിട്ട് പറയാനുള്ളൂ. ഇതന്നെ കുറച്ച് വലിയ ടോപ്പിക്കായിട്ടുണ്ടാവും, പക്ഷേ ഇതൊരു ആ ഫ്ലോയിൽ പറയണമെങ്കിൽ ഇത് പറഞ്ഞേ പറ്റത്തുള്ളൂ. അപ്പോൾ നമ്മൾ ഇന്നൊന്നും പറഞ്ഞിട്ടില്ല. മാറ്ററിനെ നമ്മൾ ക്ലാസിഫൈ ചെയ്തു, പ്യുവർ സബ്സ്റ്റൻസ് ആൻഡ് മിക്സ്ചറായിട്ട് ക്ലാസിഫൈ ചെയ്തു അല്ലേ. So matter is classified into pure substance and mixtures. We know what is a mixture and what is a pure substance. Mixtures are again classified into homogeneous and heterogeneous. In homogeneous we know that a uniform concentration will be there. Then these mixtures are again classified into colloid, suspension and solution. In that we have discussed in detail with the solution. അപ്പോൾ ഈ ഒരു ടേബിൾ നമ്മുടെ മനസ്സിലുണ്ട്, നമുക്ക് ഒരുവിധം കാര്യങ്ങളൊക്കെ കിട്ടും. ഇനി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ പഠിക്കാനുള്ളതാണ് സസ്പെൻഷനും കൊളോയിഡും. നന്നായി പഠിക്കുക. മനസ്സിലാവാത്ത കാര്യങ്ങളൊക്കെ കമൻസിലിട്ടോളുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, താങ്ക് യു.